എന്തുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരും ശാസ്ത്രങ്ങളും ഏകാദശി വ്രതം നിർബന്ധമായി ആചരിക്കാൻ പറയുന്നത്? നിർജ്ജല ഏകാദശി. ഒരിക്കൽ ശൗനക മഹർഷിയും 88,000 ഋഷിമാരും ഏകാദശികളുടെ മഹത്വവും പാപനാശകവുമായ കഥകൾ അതിയായ ഭക്തിയോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ കഥ കേൾക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ സൂതമഹർഷി ഇങ്ങനെ പറഞ്ഞു: ഒരു ദിവസം ഭീമസേനൻ മഹർഷി വ്യാസനോട് ചോദിച്ചു, ഹേ പിതാമഹ, എന്റെ സഹോദരനായ യുധിഷ്ഠിരനും മാതാവായ കുന്തിയും ദ്രൗപദിയും അർജുനനും നകുലനും സഹദേവനും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. അവരെന്നോടും ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കരുതെന്നു പറയുന്നു. എന്നാൽ എനിക്ക് ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കാനും ദാനങ്ങൾ ചെയ്യാനും കഴിയും, പക്ഷേ വിശന്ന് കഴിയാൻ കഴിയില്ല. ഇതുകേട്ട വ്യാസമഹർഷി പറഞ്ഞു, ഹേ ഭീമസേന, അവർ പറഞ്ഞത് ശരിയാണ്. ശാസ്ത്രങ്ങളിൽ ഏകാദശി ദിവസം അന്നം കഴിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഓരോ മാസത്തിലുമുള്ള 2 ഏകാദശികളിലും അന്നം ഉപേക്ഷിക്കണം. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, പിതാമഹ, ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു ദിവസം മുഴുവൻ ഉപവസിക്കുന്നത് എനിക്ക് അതിലും പ്രയാസമാണ്. എങ്കിലും വർഷത്തിൽ ഒരു ഏകാദശിയെങ്കിലും ഞാൻ അനുഷ്ഠിക്കാൻ ശ്രമിക്കാം. അതിനാൽ സ്വർഗലാഭം നൽകുന്ന ഒരു വ്രതം ദയവായി എന്നെ പഠിപ്പിക്കണമേ. ഭീമന്റെ അപേക്ഷ കേട്ട വ്യാസമഹർഷി പറഞ്ഞു, വാദപുത്ര, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വൃഷഭ സംക്രാന്തിക്കും മിഥുന സംക്രാന്തിക്കും ഇടയിൽ വരുന്ന ഏകാദശി നിർജ്ജല ഏകാദശിയായി ആചരിക്കണം. ഈ ദിവസം അന്നം കഴിച്ചാൽ വ്രതഫലം നശിച്ചുപോകും. സൂര്യോദയം മുതൽ അടുത്ത ദിവസത്തെ സൂര്യോദയം വരെ വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്നവർക്ക് 12 ഏകാദശികളുടെ ഫലം ലഭിക്കും. ഒരു ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്നതിലൂടെ മനുഷ്യൻ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാവും. നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ മരണസമയത്ത് ഭയങ്കര രൂപികളായ യമദൂതന്മാരെ കാണുകയില്ല. പകരം വിഷ്ണു ഭഗവാന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്നുള്ള പുഷ്പക വിമാനത്തിലെത്തി അവരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. നിർജ്ജല ഏകാദശി ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശിയാണ്. അതിനാൽ ഈ വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കണം. ഈ ദിവസം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കണം. വ്രതം ആരംഭിക്കുന്നതിനു മുമ്പ് ഭഗവാനെ ആരാധിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഹേ ഭഗവാനെ, ഇന്ന് ഞാൻ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. നാളെ ദ്വാദശി ദിവസം മാത്രമേ അന്നം കഴിക്കൂ. ഈ വ്രതം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുന്നു. എന്റെ എല്ലാ പാപങ്ങളും നശിക്കണമേ. ഈ അമൂല്യമായ ഉപദേശം കേട്ട ഭീമസേനൻ അതിയായ സന്തോഷത്തോടെ നിർജ്ജല ഏകാദശി വ്രതം സ്വീകരിച്ചു. ഈ ഏകാദശി ഭീമസേനി ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും അറിയപ്പെടുന്നു.